കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു വീഡിയോ അയച്ചു തന്നായിരുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നമുക്കതൊന്ന് കണ്ടുനോക്കാം. നമ്മളിപ്പോ ഈ വീഡിയോയിൽ കണ്ട ആ ഒരു സംഭവം നടന്നത് അമേരിക്കയിലോ ചൈനയിലോ ആഫ്രിക്കയിലോ അല്ല, നമ്മുടെ സ്വന്തം നാട്ടിലാണ്. 2026 ജൂലൈ 12 തൊടുപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചെടുത്ത ഒരു വീഡിയോ ആണിത്. ഒരുപാട് ആളുകളുടെ പരാതിയാണ് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് UFOനെ കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് UFOനെ കാണുന്നില്ല എന്നുള്ളത്. അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്തു തന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇദ്ദേഹം വീട്ടുമുറ്റത്ത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ എവിടെന്നോ ഒരു സംഭവം ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഇദ്ദേഹം പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. ഈ ഒരു സംഭവത്തെ ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു പപ്പടത്തിന്റെ ഷേപ്പ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തെ ആദ്യമായിട്ട് കാണുമ്പോൾ ഈ ഒരു സംഭവം മുകളിലേക്കും താഴത്തേക്കായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഹൈ സ്പീഡിൽ ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു മൂവ്മെന്റിനെ ഒരു പമ്പരം കറങ്ങുന്ന രീതിയിലായിട്ടാണ് ഇദ്ദേഹം താരതമ്യം ചെയ്ത് പറഞ്ഞത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഭവം അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. അതിനുശേഷം നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ പയ്യെ സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നു. ഇദ്ദേഹം ഇവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ആ ഒരു കോള് കട്ട് ചെയ്തിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. അതും ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ഒരു 19 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും അത് കട്ട് ആവുന്നുണ്ട്. അതിന്റെ കാരണം ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു കോള് വന്നതാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു iPhone 11 Proയിലാണ്. അതിലുള്ള 3 ക്യാമറയിൽ ടെലിഫോട്ടോ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ഇദ്ദേഹം ആ ടെലിഫോട്ടോ ക്യാമറയും ഡിജിറ്റൽ സൂം ചെയ്തിട്ടാണ് ശരിക്കും ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോക്ക് ഇത്രയും ക്വാളിറ്റി കുറവായിട്ട് നമുക്ക് തോന്നിക്കുന്നത്. അതോടൊപ്പം ഈ വീഡിയോ റെക്കോർഡായിരിക്കുന്നത് ഹൈ എഫിഷ്യൻസി മോഡിലാണ്, അതായത് ബിറ്റ് റേറ്റ് ഒക്കെ മാക്സിമം കുറച്ചാണ് ശരിക്കും ഇവിടെ ഷൂട്ട് ആയിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ രണ്ടാമതും വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി വായിക്കുമ്പോൾ ഇത് വളരെയധികം ജെന്യുവൻ ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. അതിനുശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ആരും തന്നെ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഇതാണ് ശരിക്കും ഇവിടുത്തെ സംഭവം. മിക്കവാറും കേരളത്തിൽ വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് UFO വീഡിയോ ആയിരിക്കാം ഇത്. അൽഫാസ് KK പിന്നെ ദീപക് എന്ന് പറയുന്ന 2 സുഹൃത്തുക്കളാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുൾ ക്രെഡിറ്റ് അവർക്കുള്ളതാണ്. ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ സിഗാർ ഷേപ്പ് UFO നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന അതേ ഷേപ്പ് തന്നെയാണ് ശരിക്കും നമുക്കിവിടെ കാണാനും കഴിയുന്നത്. അതും വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ ഇത് പുറപ്പെടുവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു എഞ്ചിനോ ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റമോ അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ട് കണ്ടുവരുന്ന ഒരു വിമാനത്തിന്റെ ചിറകോ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നില്ല. ഈ വീഡിയോ എൻ്റെ കിട്ടിയതിനു ശേഷം എനിക്ക് പറ്റാവുന്നത് പോലെ ഇതിനെ സൂം ചെയ്ത് മാക്സിമം സൂം ചെയ്ത് അതിന്റെ പിക്സൽ ടു പിക്സൽ വരെ ഞാൻ ചെക്ക് ചെയ്തതാണ്. ഒരു രീതിയിലുള്ള അബ്നോർമാലിറ്റീസ് നമുക്ക് ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ചിലർക്കൊക്കെ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, ചിലപ്പോൾ എന്നെ ആരെങ്കിലും കളിപ്പിക്കാൻ വേണ്ടിയിട്ട് AI ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു വീഡിയോ ആയിക്കൂടെ എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ മാക്സിമം ഒന്ന് സൂം ചെയ്ത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിന്റെ, അതായത് ഈ UFO പോലത്തെ ഒരു സംഭവത്തിന്റെ അകത്ത് കണ്ടുവരുന്ന ഒരു നോയിസ് പാറ്റേണും ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുവരുന്ന ആ ഒരു സ്കൈയുടെയും ആ ഒരു മരങ്ങളുടെ എല്ലാം നോയിസ് പാറ്റേണും വളരെയധികം സിമിലർ ആണ്. ഇതിപ്പോ AI ഉപയോഗിച്ച് ഒരു സംഭവത്തെ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇത് തമ്മിലുള്ള നോയിസ് പാറ്റേൺ വ്യത്യാസം വരും. അതായത് വെട്ടി ഒട്ടിച്ച പോലെ ആയിരിക്കും ഇത് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്കത് കാണാനും കഴിയുന്നില്ല. അതുമാത്രമല്ല, ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു UFO ഈ പോസ്റ്റിന്റെ മുന്നിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാടധികം വയറുകളൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വയറിന്റെ പിന്നാലെ കൂടെ ഒരു പറക്കുന്ന അളിയനെ ഇങ്ങനെ പാസ് ചെയ്യിപ്പിച്ച് വിടുന്ന ഒരു രംഗം AI ഉപയോഗിച്ച് റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെയധികം ഡിഫിക്കൾട്ടാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ അത്ര അധികം ക്ലിയർ ആയിട്ടാണ് ഈ ഒരു സംഗതി ഈ പോസ്റ്റിന്റെ പുറയിലൂടെ ഇങ്ങനെ പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ്. അതിന്റെ ഫലമായി ചെറിയ രീതിയിലുള്ള ക്യാമറ ഷെയ്ക്കും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ചില രംഗങ്ങളിൽ ഈ UFO ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടല്ല 2 ഒബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അത് തോന്നാൻ കാരണം ഈ ക്യാമറ അവിടെ ഷെയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ഒരു ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2 UFOനെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇതിന്റെ മുന്നിലുള്ള ആ ഒരു പോസ്റ്റിന്റെ വയർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഈ വയറും ഡബിൾ ആയിട്ട് നിൽക്കുന്നത് പോലെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഈ ഒരു സംഗതി ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഫുട്ടേജ് ആണ്. ഇത് AI അല്ല, ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇത് ശരിക്കും ഇദ്ദേഹം ആ ഒരു സംഭവത്തെ കണ്ടു, അത് ഷൂട്ട് ചെയ്തു, അത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നു. അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്.
പക്ഷേ അതൊന്നല്ല ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഇദ്ദേഹം ഈ വീഡിയോ അയച്ചതിന് ശേഷം കുറച്ച് ഓഡിയോ എനിക്ക് അയച്ചു തന്നായിരുന്നു. അതിൽ ഇദ്ദേഹം വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. രണ്ടാമത് കോൾ വന്നപ്പോഴാണ് ഇദ്ദേഹം ഈ ഒരു വീഡിയോ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റീവ് വളരെയധികം വേഗതയിൽ ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് ഇദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. ഒരുമാതിരി സിനിമകളിലൊക്കെ കാണുന്നത് പോലെ വളരെയധികം വേഗതയിൽ പോയിട്ട് അത് എങ്ങോട്ടോ അപ്രതീക്ഷിതമായി പോയ രീതിയിലാണ് ശരിക്കും ഇദ്ദേഹം ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളാണ് ശരിക്കും ഇദ്ദേഹം ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇതെന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് പയ്യെ ഡീകോഡ് ചെയ്ത് നോക്കാം. ഇത് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണെന്നുള്ള ഒരു കാര്യം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആർക്കും തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊരു ഒപ്റ്റിക്കൽ ഫിനോമിന അല്ല, ഇതിപ്പോ ക്യാമറയുടെ ഒരു പ്രശ്നമല്ല, അങ്ങനത്തെ ഒരു സംഭവമല്ല. എന്തോ സംഭവം ആകാശത്തിങ്ങനെ പറക്കുന്നു, പെട്ടെന്ന് ഇദ്ദേഹം കാണുന്നു, വീഡിയോ എടുക്കുന്നു, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ വേറെ എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് നമുക്കിവിടെ ഉള്ളത്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് ബ്ലിംബ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് GTA 5 അങ്ങനെയുള്ള പല ഗെയിംസിലൊക്കെ നമ്മൾ ഈ ഒരു സംഭവത്തെ കണ്ടിട്ടുണ്ടാവും. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് വലിയ വലിയ സിറ്റികളിലൊക്കെയാണ് ശരിക്കും ഇത് ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ബ്ലിംബുകളെ കണ്ടിട്ട് UFO ആണെന്ന് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണോ എന്നാണ് ശരിക്കും ആദ്യം നോക്കിയത്. കേരളത്തിൽ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ബ്ലിംബ് ഉപയോഗിച്ച് അഡ്വർടൈസിങ് ചെയ്യാന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. അതുപോലെ തന്നെ ഞാൻ അന്വേഷിച്ചെടുത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് കേരളത്തിൽ ഇതുവരെയായിട്ട് നടന്നു വന്നിട്ടില്ല. അപ്പോ ഇത് ബ്ലിംബ് അല്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് വെതർ ബലൂൺ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ആണ്. വെതർ ബലൂൺ എന്ന് പറയുന്നത് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് പോലെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്ന ഒരു തരത്തിലുള്ള ലേറ്റക്സ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ബലൂൺ ആണ്. ഈ ബലൂണിന്റെ അടിയിലാവട്ടെ ഇതുപോലുള്ള ഒരുപാടധികം സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത്തരം ബലൂണുകൾ അന്തരീക്ഷത്തിലേക്ക് പറത്തി വിടുകയും ഈ ബലൂൺ ഒരു ഓൾട്ടിറ്റ്യൂഡ് എത്തുമ്പോൾ ഇതിന്റെ അകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള സയന്റിഫിക് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് അന്തരീക്ഷത്തിലെ മാറ്റങ്ങളെല്ലാം ഇത് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു. അതാണ് ശരിക്കും വെതർ ബലൂണിന്റെ ഒരു ഉപയോഗം. കേരളത്തിൽ മെയിൻ ആയിട്ട് വെതർ ബലൂൺസ് അയക്കുന്നത് 2 സ്ഥലത്ത് വെച്ചിട്ടാണ്. ഒന്ന് കൊച്ചിയിലും ഒന്ന് ട്രിവാൻഡ്രത്തും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു സംഭവം ട്രിവാൻഡ്രത്ത് നിന്ന് അയക്കുന്നത്. ഇത് അയക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് തൊടുപുഴ വരെ ഏകദേശം 150-160 കിലോമീറ്ററോളം എയർ ഡിസ്റ്റൻസ് ഉണ്ട്. ഏറ്റവും അടുത്തെടുക്കുന്ന കൊച്ചിയിലത്തെ സ്റ്റേഷൻ ആയിക്കോട്ടെ ഏകദേശം 60-70 കിലോമീറ്റേഴ്സോളം എയർ ഡിസ്റ്റൻസ് ഉണ്ട്. അതും കൊച്ചിയിലത്തെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് റെഗുലർ ആയിട്ട് അയക്കുന്ന വെതർ ബലൂൺസ് അല്ല. അതായത് എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവർ അയക്കുന്നത്. നേരെ മറിച്ച് ട്രിവാൻഡ്രത്തെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഓരോ ദിവസം 2 വെതർ ബലൂൺ വെച്ച് അയക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെടുത്തോളം ഇവർ അയക്കുന്ന ഒരു വെതർ ബലൂണിന്റെ ഷേപ്പ് ആണ് നിങ്ങളിപ്പോ കാണുന്നത്. അതായത് സാധാരണ ഒരു ബലൂൺ പോലത്തെ ഒരു സംഭവം ഈ ഒരു ഷേപ്പുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഷേപ്പാണ് ശരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ഇതൊരു വെതർ ബലൂൺ ആയിരിക്കില്ല എന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഞാൻ വേറൊരു ഫോട്ടോ കൂടി കണ്ടത്. നമ്മളിപ്പോ ഈ കാണുന്നത് എയറോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു വെതർ ബലൂൺ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി പേലോഡ് കപ്പാസിറ്റി ഉള്ള ഒരു തരത്തിലെ വെതർ ബലൂൺ ആണ്. ഒറ്റ നോട്ടത്തിൽ ഇത് നേരത്തെ കണ്ട പോലത്തെ ഒരു ബ്ലിംബ് പോലെയോ അല്ലെങ്കിൽ സബ്മറൈൻ്റെ ഷേപ്പ് ഒക്കെയാണ് ശരിക്കും ഇതിനുള്ളത്. ഇത് സാധാരണ ഒരു വെതർ ബലൂണിനേക്കാൾ സ്റ്റെബിലിറ്റിയും പേലോഡ് കപ്പാസിറ്റിയും കൂടുതലുള്ള ഒരു സംഭവമാണ്. സ്ക്രീനിൽ കാണുന്നത് പോലെ ഇത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം ഉറപ്പായി മിക്കവാറും ഈ ഒരു വെതർ ബലൂൺ തൊടുപുഴ സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോയതായിരിക്കും എന്നുള്ളത്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് പകൽ സമയത്തായതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം അത്യാവശ്യത്തിൽ കൂടുതൽ ഓൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സൂര്യപ്രകാശം ഈ ഒരു സംഭവത്തെ അടിക്കുമ്പോൾ അതിന് റിഫ്ലക്ട് ചെയ്തു വരുന്ന ഒരു പ്രകാശമായിരിക്കും നമ്മൾ ഇത്രയധികം ബ്രൈറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അതും ഈ ഷേപ്പും ഏകദേശം ഇതിനോട് വളരെയധികം സിമിലർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഇതൊരു എയറോസ്റ്റാറ്റ് ആയിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഇതിനൊരു ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി അവസാനമായിട്ട് എപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു എയറോസ്റ്റാറ്റ് ഇവർ റിലീസ് ചെയ്തിരിക്കുന്നത് എന്നെ പറ്റി ഞാൻ അന്വേഷിച്ച് നോക്കി. അപ്പോൾ 2026 ഇവർ ഇങ്ങനത്തെ ഒരു സംഭവം വിട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മിക്കവാറും ഇതൊരു എയറോസ്റ്റാറ്റ് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ വന്നപ്പോഴാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് പിന്നെയും ആ ഒരു ചോദ്യത്തിലേക്ക് പോയത്. അതിനുശേഷം ഞങ്ങൾ പറ്റാവുന്ന പോസിബിലിറ്റീസ് മുഴുവൻ അന്വേഷിച്ച് നോക്കി. അതായത് ഇവിടെ അടുത്ത് എന്തെങ്കിലും ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പവർ പ്ലാന്റ് ഉണ്ടോ, അങ്ങനത്തെ ഒരു സംഭവം ആ പ്രദേശത്തില്ല. പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചത് എയർ ട്രാഫിക്കിനെ പറ്റിയിട്ടാണ്. അതായത് ഒരുപാടധികം ഫ്ലൈറ്റുകൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണോ എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചത്. ആ ഒരു അന്വേഷണം നെഗറ്റീവ് ആയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതായത് ഇത് വളരെയധികം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു.
അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് എനിക്ക് കൺക്ലൂഡ് ചെയ്യാനും പറ്റുന്നില്ല. ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ ഈ ഒരു സംഭവത്തിന്റെ ഷേപ്പും അത് പോകുന്ന പാറ്റേണും മാത്രമാണ് നമുക്കിവിടെ കാണാനും കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരുപാടധികം സ്പെഷ്യൽ ഫീച്ചേഴ്സ് നമുക്കിവിടെ പറയാനും കഴിയുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഒത്തിരി UFO കേസസ് അനലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ കേസിന്റെ ലാക്ക് ഓഫ് ഡാറ്റ എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സംഭവത്തിന്റെ വീഡിയോ ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ആൾക്കാർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടധികം ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി കിട്ടുമായിരുന്നു. ഇൻസഫിഷ്യന്റ് ഡാറ്റ എന്ന് കേൾക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി തള്ളിക്കളയപ്പെട്ട ഒരു വീഡിയോ ആണെന്നല്ല, ഇത് വളരെയധികം ജെന്യൂൻ ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ഇതെന്താണെന്നുള്ളത് ക്ലിയർലി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഗവൺമെന്റ് റിലീസ് ആയിട്ടുള്ള ഒരുപാടധികം വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഞങ്ങളുടെ പരിധിയിൽ നിന്ന് ഇത്രയും വർഷത്തെ ഞങ്ങളുടെ അനലൈസിങ് എക്സ്പീരിയൻസ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കണ്ടിട്ട് എന്താണോ തോന്നുന്നത് അതൊന്ന് കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വ്യക്തി പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ട ഒരു സംഭവത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത ഒരു ഫുട്ടേജ് ആണ് നിങ്ങൾ പോയി കാണുന്നത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് പ്രത്യേകിച്ച് നമുക്കൊരു എക്സ്പ്ലനേഷൻ തരാനും കഴിയുന്നില്ല. ഇതിപ്പോ സാധാരണ ഒരു ഓക്വേർഡ്ലി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബലൂൺ ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നത് പോലെ ഈ വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം അത് വളരെയധികം വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്ത് പോരുത്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കിവിടെ ആലോചിക്കാൻ പറ്റും. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ പോസിബിലിറ്റീസ് ഞങ്ങൾ അനലൈസ് ചെയ്ത് നോക്കി. അതായത് ഈ ഒരു സമയത്തെ വെതറും ഈ ഒരു സ്ഥലത്തെ വെതറും അവിടുത്തെ വിൻഡും അങ്ങനെ എല്ലാം ഞങ്ങൾ നോക്കിയായിരുന്നു. പക്ഷെ ഒന്നും തന്നെ ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട് അല്ല തരുന്നത്. ഇനി നിങ്ങൾ പറ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത്? അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്ന അൽഫാസ് KK എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും ഒരു ബിഗ് അഭിനന്ദനം ഞാൻ തരുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തി അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.